ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിൽ കപ്പ എങ്ങനെ ഉലർത്തിയെടുക്കാൻ നോക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ കപ്പ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. കപ്പ കഷ്ണങ്ങളാക്കുമ്പോൾ ഇതുപോലെ ആണ് കഷ്ണങ്ങളാക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ വെന്ത് വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ എപ്പോഴും കപ്പ ഇതേപോലെ കൊത്തി കഷ്ണങ്ങളാക്കി എടുക്കണം. ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ എല്ലാ കപ്പയും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കപ്പയുടെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കപ്പ വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 6-8 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. ഇനി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ മുളകെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. അതിന് ഇതിലേക്ക് 8-10 ചോള ചുവന്നുള്ളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഒന്നും അരഞ്ഞു പോകാനായിട്ട് പാടില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വരാനേ പാടുള്ളൂ. ഇപ്പോൾ ഇതെല്ലാം ചതച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ചതച്ച് കിട്ടാനേ പാടുള്ളൂ. ഇനി നമുക്ക് കപ്പ വെന്തിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ കപ്പ കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ കപ്പയിലെ വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉലർത്തിയെടുക്കാം. അപ്പോൾ ഉലർത്തിയെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 1-2 വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം മുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച മുളകും കറിവേപ്പിലയും കൂടിയിട്ടുള്ള ചതച്ച് വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി അതിൽ ഇട്ട് കൊടുത്താൽ മതി. ചെറിയൊരു കളർ കൂടിയും വരാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായി മൂത്ത് വന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. ഇപ്പോൾ മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ട് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കൊരു 3-4 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഈ മുളകെല്ലാം കപ്പയിൽ നന്നായി പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കഴിക്കാനായിട്ട്. ഇപ്പോൾ കപ്പ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് മീൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ സാധാ കട്ടൻ ചായയുടെ കൂടെയും നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതേപോലെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.